ഗായ്സ്, വെൽക്കം ബാക്ക് ടു തല്ലുകൊള്ളിയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി നമ്മളൊരു ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുകയാണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 4 സവാള വേണം. 4 സവാള നീളത്തിൽ ഭയങ്കര കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 15 ചെറിയുള്ളിയോളം നമുക്കിതിന് ആവശ്യമുണ്ട്. അത് തൊലി കളഞ്ഞ് ഇങ്ങനെ കുഞ്ഞിതായി കട്ട് ചെയ്യുക. അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി വേണം. അതും കുനുകുനാന്ന് ഇങ്ങനെ പൊടി പോലെ കട്ട് ചെയ്യുക. പിന്നെ 2 തക്കാളി വേണം. തക്കാളി ഇങ്ങനെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞതൊന്ന് മാറ്റി വെച്ച് ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ബീഫ് എടുക്കുക കേട്ടോ. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ് കേട്ടോ. ഇത് 1 കിലോ ബീഫുണ്ട്. ബീഫിലോട്ട് ഇനി മസാലകളൊക്കെ ചേർക്കാം. ആദ്യം 2 സ്പൂൺ ഉപ്പിടുക, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി കൈകൊണ്ട് തന്നെ മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബീഫിലോട്ട് അത് നന്നായി പിടിക്കണ വരെ നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു മിക്സ് ഒരു അരമണിക്കൂർ 15 to 30 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. എന്നാലാണ് ഈ മസാല അതിൻ്റെ ഉള്ളിൽ ശരിക്കും പിടിക്കുള്ളൂ. അപ്പോൾ അതുവരേക്കും മാറ്റി വെക്കുക. ഇപ്പം നമ്മൾ 15 മിനിറ്റിന് ശേഷം ഇത് എടുത്തു കേട്ടോ. ആദ്യം തന്നെ സ്റ്റൗ കത്തിക്കുക, അതിലോട്ട് കുക്കറിൽ വെക്കുക കേട്ടോ. കുക്കറിലാണ് നമ്മളിന്ന് ഈ ബീഫ് കറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ മസാലകൾ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് തക്കോലം, കുരുമുളക്, പെരിഞ്ചീരകം, പട്ട അങ്ങനത്തെയൊക്കെ മസാലകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. ബേ ലീഫ്. എന്നിട്ട് നന്നായി ഒന്ന് ആ ഒരു പച്ചമണം പോണ വരെ നന്നായി ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ നേരത്തെ ആ സവാള, അതുപോലെ കുഞ്ഞുള്ളി, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വാട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെടുത്ത സവാള, കുഞ്ഞുള്ളി, അതുപോലെ വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ എണ്ണം നിങ്ങളുടെ രുചിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇതന്നെ കോപ്പി അടിച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷേ ഇത് റെഫർ ചെയ്തുണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ബീഫ് കറി കിട്ടും കേട്ടോ. കഴിച്ചു നോക്കിയ എക്സ്പീരിയൻസിൽ പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ചെറുതായി ഒന്ന് വാട്ടുക കേട്ടോ. ഒന്ന് വാടി, അതായത് ഒന്ന് തക്കാളിയുടെ ഒക്കെ കളർ ചേഞ്ച് ആവണതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലോട്ട് ബീഫ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബീഫ് ഇട്ടിട്ട് ഒന്നിച്ചാണ് ഇത് നമ്മൾ വാട്ടുന്നത്. അതിന് ബീഫ് ചേർക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടി മസാല നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കുകയാണ് നമ്മൾ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കളറ്, സവാളയുടെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങും കേട്ടോ. അതുപോലെ തക്കാളിയുടെ കളറും ചെറുതായി ഒന്ന് ചേഞ്ച് ആവും. ഫുള്ള് വാടണം എന്നല്ല പറയണം, ഒന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് നമ്മൾ ഇടുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബീഫ് മസാല പുരട്ടി വെച്ച് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുക. ഈ ബീഫിലോട്ട് നമ്മൾ നേരത്തെ ചെറുതായി ഒന്ന് വഴറ്റി വെച്ച തക്കാളി ഇതൊക്കെ ഒന്ന് പിടിക്കണം. അങ്ങനെ ബീഫും ഇതിൽ പിടിച്ചതിന് ശേഷം ബീഫിൽ ഇളക്കിയതിന് ശേഷം ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 കപ്പായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വെള്ളത്തിന് ആവശ്യമുണ്ട് അതൊഴിക്കാം. അപ്പോൾ അല്ലാതെ തന്നെ ബീഫിൽ നിന്നും വെള്ളം ഊറി വരും. 2 ഗ്ലാസ് ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. നമ്മൾ 12 വിസിലാണ് അടിച്ചത്. 12 വിസിൽ വേവിച്ചു. അതിന് ശേഷം കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി കേട്ടോ. ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ചാറോട് കൂടിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിതൊന്ന് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുത്താൽ മാത്രം പോരാ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂട്ടാൻ അല്പം പൊടിക്കൈയും കൂടി പ്രയോഗിക്കണം. അപ്പോൾ അതിൻ്റെ സമയമായിട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരു ചീഞ്ചട്ടി വെച്ചേക്കുക. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചേക്കുക കേട്ടോ. കുറച്ച് മതി, ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചേക്കുക കേട്ടോ.
അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നന്നായി ചൂടാവണം. ആ ഒരു സമയത്ത് നമുക്ക് നാളികേരം മുറി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങളാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയ നാളികേരം ഒരു അരമുറി തേങ്ങയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങയുടെ അത്ര നാളികേരം കൊത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇടുക. ഇതാണ് ഈ കറിയുടെ മെയിൻ സാധനം. നല്ല മണവും നല്ല ഒരു ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുക എന്ന് പറയില്ലേ, അതൊക്കെ കിട്ടും. അതിനാണ് ഈ ബീഫ് കറിക്ക് ഈ നാളികേരം കൊത്തും കറിവേപ്പിലും മസ്റ്റാണ്. നിങ്ങളിത് ചേർത്തെടുത്ത് നിങ്ങൾ കറി അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല വാസനയും നല്ല ടേസ്റ്റും. ഇടയ്ക്കിടയ്ക്ക് കുറിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ കടിക്കാനൊക്കെ കിട്ടും. സൂപ്പർ സാധനമാവും കേട്ടോ. നിങ്ങളുടെ കറി സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഗോൾഡൻ കളറാവും. കറിവേപ്പില കണ്ടില്ലേ, അങ്ങനെ ഒരു വടി പോലെ ആവണം. അതുപോലെ നാളികേരം ചെറിയൊരു ഗോൾഡൻ കളർ ആവണം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാളികേരം കറിവേപ്പിലയും ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാളികേരം. ആ ഗ്യാപ്പിൽ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ബീഫ് എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ഒന്ന് മുരിയാൻ വേണ്ടി കുറച്ച്. അതിന് ശേഷം വേണം നമ്മൾ കുക്കറിലുള്ള ബാക്കി ബീഫ് ഒന്നിച്ചതിലോട്ട് തട്ടാൻ. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുക്കറിലുള്ള ബീഫിൻ്റെ ചാറ് ആദ്യം ഒഴിക്കുക, അതിന് ശേഷം ബീഫ് ഇടുക കേട്ടോ. അങ്ങനെ പതുക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം, എവിടെയും മറിഞ്ഞൊന്നും പോവരുത്, മറിഞ്ഞാൽ നമ്മുടെ കറി അലങ്കോലാവട്ടെ. അപ്പോൾ പതുക്കെ തട്ടി കൊടുക്കുക. ചൂടുണ്ടാവും, സൂക്ഷിച്ച് ചെയ്യേണ്ട പ്രവൃത്തിയാണ് കേട്ടോ. ആ സഹായം വേണമെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് തേടുക. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ബീഫും ഇതിലോട്ട് ഒഴിച്ചു. ഇനി നമ്മൾ ഈ ചാറുണ്ടല്ലോ വറ്റിച്ചെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് തുറന്ന് വെച്ച് സിമ്മിലിട്ട് വേവിച്ചേക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ബീഫ് കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.